നിരന്തരമായ വേട്ടയാടലിലൂടെയാണ് 100 വർഷങ്ങൾക്ക് മുമ്പ് അപ്രതീക്ഷിതമായി എന്ന് കരുതിയ തിമിംഗലങ്ങളെ വീണ്ടും കണ്ടെത്തിയതായി ഗവേഷകർ പറഞ്ഞിരിക്കുന്നത്. വംശനാശം സംഭവിച്ചു എന്ന് കരുതിയിരുന്ന നീല ചാരനിറത്തിലുള്ള സീ തിമിംഗലയാണ് അർജന്റീനയിലെ പാറ്റഗോണിയൽ തീരത്ത് നിന്നും വീണ്ടും കണ്ടെത്തിയത്. ലോകത്തിലെ ഏറ്റവും വലിയ തിമിംഗലങ്ങളുടെ പുനരുജ്ജീവനം പ്രകൃതിയുടെ പ്രതിരോധ ശേഷിയിലേക്കും ആഗോള സംരക്ഷണ ശ്രമങ്ങളുടെ നല്ല സ്വാധീനത്തിലേക്കും വിരൽ ചൂണ്ടുന്നതാണെന്ന് ഗവേഷകർ അടിവരയിടുന്നു. 64 അടി വരെ നീളത്തിൽ വളരുന്ന ഇവയ്ക്ക് 28 ടൺ വരെ ഭാരമുണ്ടാകും. സീ തിമിംഗലങ്ങളുടെ നീല കലർന്ന ചാരനിറം സമുദ്ര ആവാസ വ്യവസ്ഥയിൽ മറഞ്ഞിരിക്കാൻ ഇവയെ സഹായിക്കുന്ന ഒന്നാണ്. ഭക്ഷണം തേടി കിലോമീറ്ററുകളോളം നീന്താൻ ഇവയ്ക്ക് കഴിയുന്നു. ഭക്ഷണം തേടിയുള്ള അലച്ചിൽ ഇവയെ ദേശാടന പ്രിയരാക്കുന്നു. പ്രധാനമായും ചെറിയ മത്സ്യങ്ങളാണ് ഇവയുടെ ഭക്ഷണം. ഭക്ഷണം തേടി എത്ര ദൂരം വേണമെങ്കിലും സഞ്ചരിക്കാൻ ഇവയ്ക്ക് മടിയില്ല. ബലിൻ തിമിംഗല കുടുംബത്തിലെ അംഗമായ സീ തിമിംഗലം ഒരിക്കൽ പറ്റഗോണിയൽ ജലാശയങ്ങളിൽ സമൃദ്ധമായിരുന്നു. എന്നാൽ വാണിജ്യ തിമിംഗല വേട്ടയിലൂടെ ഇവയുടെ എണ്ണം വിനാശകരമായ രീതിയിൽ കുറയുകയായിരുന്നു. ഒടുവിൽ ഇവ അപ്രത്യക്ഷമാകുന്ന സ്ഥിതിയിലേക്ക് വരെ എത്തി. സീ തിമിംഗലത്തിന്റെ എണ്ണയും മാംസവുമായിരുന്നു വാണിജ്യ വേട്ടക്കാരുടെ പ്രിയപ്പെട്ട ഇരയായി ഇവയെ മാറ്റിയത്. ഇപ്പോൾ വീണ്ടും ഇവയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞത് ജീവലോകത്തിന് വലിയ പ്രതീക്ഷ നൽകുന്നതാണെന്ന് ഗവേഷകർ പറയുന്നു. സമുദ്രജീവികളുടെ സംരക്ഷണത്തിനായി നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ ഫലം കാണുന്നുണ്ട് എന്നതിന് തെളിവാണ് ഈ തിമിംഗലത്തിന്റെ കടന്നുവരവെന്നും ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.